നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വ്യവസായങ്ങളിൽ ഒന്നാണ് എൻട്രൻസ് കോച്ചിങ്. വിവിധ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന പരിശീലനം. വിവിധ തരം എൻട്രൻസുകൾ നമുക്കറിയാവുന്നത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് ആണ്. പലതവണ പല രൂപത്തിൽ വന്ന് ഇപ്പോൾ നീറ്റ് എന്ന നിലയിൽ എത്തപ്പെട്ടിരിക്കുന്ന എൻട്രൻസ് ആണ് പ്രധാനപ്പെട്ടത് മെഡിക്കൽ എൻട്രൻസ്. അതുപോലെ IITയുടെ എൻട്രൻസ് ഉണ്ട്, JEE, CDS ഉണ്ട്, NDF ഉണ്ട്, CAT ഉണ്ട്, ഗേറ്റ് ഉണ്ട്. അങ്ങനെ ഒരുപാട് എൻട്രൻസുകളുണ്ട്. എൻട്രൻസിൽ പാസ്സായാൽ മാത്രമേ നല്ല അഡ്മിഷൻ കിട്ടൂ. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വ്യവസായമായി രൂപപ്പെടുന്നു. വ്യാവസായികമായി എൻട്രൻസ് ടെസ്റ്റുകളെ മാറ്റിയത് രാജസ്ഥാനിലെ കോട്ടയാണ്. കോട്ടയിലായിരുന്നു എൻട്രൻസ് സെന്ററുകൾ കൂണുപോലെ മുളച്ചു പൊന്തിയത്. ഇന്നും രാജ്യത്തെ ഏറ്റവും അധികം എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ ഉള്ളത് കോട്ടയിലാണ്. അതുപോലെ ഡൽഹി വളരെ സുപ്രധാനമായ ഒരു സെന്ററാണ്. പതിയെ പതിയെ കേരളവും അതിലേക്ക് ഇടം പിടിച്ചു. പാലായിൽ നമുക്കറിയാം ബ്രില്യൻസ് എന്ന് പറയുന്ന ഒരു കോച്ചിങ് ട്രെയിനിങ് സെന്ററുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള സെന്റർ അതാവും. അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് ഫോർച്യൂൺ എന്നു പേരുള്ള ഒരു IAS ട്രെയിനിങ് സെന്ററുണ്ട്. സിവിൽ സർവീസിനുമുണ്ട് ട്രെയിനിങ്. അങ്ങനെ ഇതിനു വേണ്ടി മാത്രം ജീവിതം മാറ്റി വെച്ചത്. എനിക്കിതിൽ ഏറ്റവും സഹതാപമുള്ളത് സിവിൽ സർവീസ് ട്രെയിനിങ് സെന്ററുകളോടാണ്. കാരണം ഈ സിവിൽ സർവീസ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഡിഗ്രി പഠനമൊക്കെ കഴിഞ്ഞ് 2-3 വർഷം ഈ സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരിൽ ഭൂരിഭാഗം പേരുടെയും ജീവിതം വെറുതെയായി പോകും. കാരണം സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം വളരെ കുറച്ച് പേർക്ക് കിട്ടും. അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലായിടത്തും ഇതുപോലെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നതിൽ 1% പേർക്ക് പോലും കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു മേഖലയാണിത്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വളരെ കുറച്ച് പേർക്കാണ് ഓരോ വർഷവും കിട്ടുന്നത്. പക്ഷേ കുട്ടികൾ 2-3 വർഷം ഇതിനു വേണ്ടി ചെലവഴിക്കുന്നു. അവരിൽ പലരും ഈ കാലഘട്ടത്തിൽ തന്നെ വഴിപഴിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇവർ ജീവിത രീതി മാറുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷക്കാരനെ പരിചയപ്പെട്ടു. അയാളുടെ മകൾക്ക് സിവിൽ സർവീസ് ട്രെയിനിങ്ങിന് വേണ്ടി തൃശ്ശൂരിൽ നിന്ന് ഇവിടെ വന്ന് വീട് വാടകയ്ക്ക് എടുത്ത് പഠിപ്പിക്കുകയാണ്. ഇതുപോലെ നിരവധി പേർ, പല ആളുകളും മാനസിക സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നു. ഇതിനെ അതിജീവിക്കാൻ കഴിയാതെ വരുന്നു. വർഷം ഇത്രയും നഷ്ടപ്പെട്ടൊന്ന് ബുദ്ധിമുട്ടുണ്ടാവുന്നു. അങ്ങനെ വല്ലാത്തൊരു ട്രെയിനിങ് സെൻ്ററാണ് ഈ സിവിൽ സർവീസ് ട്രെയിനിങ്. അങ്ങനെ എല്ലാ മേഖലയിലും ട്രെയിനിങ്ങുകളുണ്ട്. ഇതൊരു കച്ചവടമായി മാറുകയും ഇന്ന് ഏതാണ്ട് 80,000 കോടിയോളം രൂപയുടെ കച്ചവടമാണിത്. ഫീസ് ഇനത്തിലും മറ്റും ഏതാണ്ട് 80,000 കോടി രൂപയാണ് ഒരു വർഷത്തിൽ നടക്കുന്നത്. ഒരു 1.5 ലക്ഷം 2 ലക്ഷം കോടിയിലേക്ക് 2030 മുമ്പ് ഇത് മാറുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത് കൂടാതെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ട്രെയിനിങ് ഉണ്ട്. അതിനാണ് ഏറ്റവും ചെലവ് കുറഞ്ഞത്. നിങ്ങൾ PSC ട്രെയിനിങ് സെൻ്ററുകൾ, അത് വലിയ കുഴപ്പമില്ല. അതിന് വലിയ 20,000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് അതിൻ്റെ ഫീസ്. എന്നാൽ 1 ലക്ഷവും 1.5 ലക്ഷവും 2 ലക്ഷവും ഒക്കെയാണ് നീറ്റ് അടക്കമുള്ള ഈ ട്രെയിനിങ് സെൻ്ററുകളുടെ ഫീസ്. എന്ന് മാത്രമല്ല, ഇതുണ്ടാക്കുന്ന സാമൂഹ്യ ബുദ്ധിമുട്ടുകളുണ്ട്. പലപ്പോഴും പാവപ്പെട്ട കുട്ടികൾക്ക് ഈ പരിശീലനത്തിന് പോകാൻ സാധിക്കാതെ വരുന്നത്. അവർ ബുദ്ധിയുള്ളവരാവും, എന്നാൽ എൻട്രൻസിന് അവർക്ക് പോകാൻ കഴിയില്ല. പണക്കാർക്ക് മാത്രം കഴിയുന്ന സാഹചര്യമുണ്ട്. മാത്രമല്ല, കുട്ടികളുടെ സമ്മർദ്ദം, ഈ വീട്ടുകാർ കാശുണ്ടാക്കി കഷ്ടപ്പെട്ട് ട്രെയിനിങ്ങിന് വിടുമ്പോൾ അവർക്കുണ്ടാകുന്ന സമ്മർദ്ദമുണ്ട്. ഈ എൻട്രൻസ് കോച്ചിങ്ങിന് പോവാതെ ഒരാൾക്കും നീറ്റിനെ കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒന്നിനും കിട്ടാതെ വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവർ പൂർണ്ണമായും അവഗണിക്കപ്പെടുന്നു. സമ്പന്നർക്ക് മാത്രമായി മാറുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട കോഴ്സുകൾ, പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകൾ എന്ന പ്രശ്നം ഇതിലുണ്ട്. മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ നിരവധി കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. മത്സരം മുറുകുന്നത് ഒരു തട്ടിപ്പ് നടക്കുന്നു. ഇപ്പോൾ ഈ നീറ്റ് പരീക്ഷ പോലും റദ്ദാക്കി മറ്റൊരു പരീക്ഷ നടത്തേണ്ടി വന്നു. ഈ ചോദ്യപേപ്പറുകൾ ചോർത്തും. പേപ്പർ അടിക്കുന്നവൻ തന്നെ ഇത് മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ മത്സരമുണ്ടാവുന്നു, വലിയ അഴിമതി നടക്കുന്നു, തട്ടിപ്പ് നടക്കുന്നു. സമസ്ത മേഖലകളിലും അഴിമതിയാണ്. അതുപോലെ തന്നെ കുട്ടികളെ കഷ്ടപ്പെടുത്തിയാണ് പരിശീലിപ്പിക്കുന്നത്. ഇത് ഇവിടെയൊന്നും നീർക്കുന്നില്ല. ഇപ്പോൾ IELTS പരീക്ഷ അല്ലെങ്കിൽ OET പരീക്ഷ, ഇംഗ്ലീഷ് യോഗ്യത പരീക്ഷ, വിദേശത്ത് ജോലി ചെയ്യുന്ന അവിടെയും ഉണ്ട് തട്ടിപ്പുകൾ. IELTS പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ ചോർത്തി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് വിറ്റ് കോടികൾ ലാഭമുണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട്. ഇത്തരത്തിൽ സമസ്ത മേഖലകളിൽ തട്ടിപ്പ് വന്നതോടെ, കുട്ടിയുടെ മാനസിക നിലയിൽ വലിയ കുഴപ്പം വന്നതോടെ, പാവപ്പെട്ടവർക്ക് ഇത് സാധിക്കാതെ വന്നതോടെ കേന്ദ്ര സർക്കാർ ഉണർന്നു പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ തുടർച്ചയായ ആരോപണങ്ങളും പ്രതിസന്ധികളും പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഒരു 9 അംഗ കമ്മീഷനെ വെച്ചിരുന്നു. വിദ്യാഭ്യാസ വിദഗ്ധരായ 9 അംഗ കമ്മീഷൻ വിദ്യാഭ്യാസ വകുപ്പാണ് നേരിട്ട് ആ കമ്മീഷനെ വെച്ചിരുന്ന. കമ്മീഷൻ്റെ ശുപാർശകൾ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഈ ശുപാർശകളെല്ലാം രാജ്യത്ത് നടപ്പിലാക്കാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ന് നിലവിൽ പല സംസ്ഥാനങ്ങളിലും ഈ എൻട്രൻസ് കോച്ചിങ്ങുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങളൊന്നുമില്ല. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. അവിടെ യോഗി ആദിത്യനാഥ് ഇടയ്ക്കിടെ ഇത് ക്രാക്ക് ഡൗൺ ചെയ്യാറുണ്ട്, ഇവരുടെ മേൽ നടപടിയെടുക്കാറുണ്ട്. പല സെൻറ്ററുകളും അടച്ചുപൂട്ടാറുണ്ട്. പലതും കൂണുപോലെ മുളച്ചു പൊന്തുമ്പോൾ നിയമപരമായി ഒരു സുരക്ഷയും ഒരു സംവിധാനവും ഇല്ലാതാണ് പലതും നടത്തുന്നത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഒരു നിയമം കൊണ്ടുവരാൻ പോവുകയാണ് ഈ ശുപാർശ പ്രകാരം. ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളും ഇനി നിയമത്തിന് വിധേയമായിരിക്കും. നിയമത്തിലെ നിബന്ധനകൾ പാലിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. എല്ലാവിധ കോച്ചിങ് സെൻ്ററുകൾക്കും
യോഗ്യതകൾക്ക് അടിസ്ഥാനപ്പെടുത്തി ലൈസൻസ് ആവശ്യമാകും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു എൻട്രൻസ് കോച്ചിങ് സെൻ്ററിന് ഒരു ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്ന് ഒരു ലൈസൻസ് എടുത്താൽ മതി. വിദ്യാഭ്യാസ വകുപ്പിനോ സർക്കാരിനോ ഒന്നും ഒരു റോളുമില്ല. ആർക്കും എന്ത് വേണമെങ്കിലും പഠിപ്പിക്കാം, സിലബസ് ഇല്ല. അങ്ങനെ എന്തും ചെയ്യാം. പലരും അതിഭയങ്കരമായ രീതിയിൽ ഇതിനെ ചൂഷണം ചെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്കൊരു ഡമ്മി സ്കൂൾ സമ്പ്രദായമുണ്ട്. വലിയൊരു പ്രശ്നമാണ്. പലരും ഈ എൻട്രൻസ് കോച്ചിങ് സെൻ്ററിലാണ്, പക്ഷെ അവർ ഏതെങ്കിലും ഒരു സ്കൂളിൽ പേര് ചേർത്തിരിക്കും. ആ സ്കൂളിൽ അവർ പോകുന്നില്ല. ആ സ്കൂളിൽ അവർക്ക് ഹാജർ കൊടുത്തുകൊണ്ടിരിക്കും. അവർ പോകുന്നത് ഈ ഡമ്മി സ്കൂളുകളിലാണ്. അപ്പോൾ ഈ ഡമ്മി സ്കൂളുകൾ അടക്കമുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും CBSE ICSE സ്കൂളുകളും അവരുടെ മത്സരം മുറുകുമ്പോൾ അറിയപ്പെടുന്ന കോച്ചിങ് സെൻ്ററുകളുമായി അസോസിയേറ്റ് ചെയ്ത് അവരുടെ ട്രെയിനിങ് സെൻ്ററുകൾ അവിടെ തുടങ്ങും. അപ്പം സ്കൂളിലാണെന്ന് ചോദിച്ചാൽ ആണ്, ക്ലാസ്സിലാണ്. പക്ഷേ അവിടെ ക്ലാസ് എടുക്കുന്നത് ഈ കോച്ചിങ് സെൻ്ററിലെ അധ്യാപകരായിരിക്കും. അവിടെ കോച്ചിങ് ആണ് പ്രധാനമായും നടക്കുന്നത്. പേരിന് മാത്രമായിരിക്കും കുട്ടികൾ പഠിക്കുന്നത്. ഇത്തരം സ്കൂളുകൾക്ക് കൂടുതൽ കുട്ടികളെ കിട്ടും. കാരണം അവർക്ക് നേരിട്ട് വേറെ ട്രെയിനിങ്ങിന് പോകണ്ട, പഠനത്തോടൊപ്പം ട്രെയിനിങ് നടക്കും. ഇങ്ങനെ ഒരുപാട് തെറ്റായ പ്രാക്ടീസുകൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ നിയന്ത്രിക്കുന്ന തരത്തിൽ പുതിയ നിയമം വരുന്നു. ഈ നിയമം അനുസരിച്ച് സകല എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകളും ഇനി ലൈസൻസ് എടുക്കണം. ഈ നിയമത്തിന് അടിസ്ഥാനമായി നിയമത്തിലെ നിബന്ധനകൾ മുഴുവൻ അവർ പാലിക്കണം. എന്ന് മാത്രമല്ല, വീട്ടിൽ താമസിപ്പിക്കുന്ന പരിപാടികൾ അവസാനിപ്പിക്കും. പലപ്പോഴും ഈ കുട്ടികളെ വീട്ടിൽ താമസിപ്പിച്ച് ട്രെയിനിങ് നടത്തുന്ന രീതിയാണുള്ളത്. ഇല്ലാത്ത പണം ഉണ്ടാക്കി മാതാപിതാക്കൾ കുട്ടികളെ വിടും. അവർ ഈ കോച്ചിങ് സെൻ്ററുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. പലരും അവിടെ കിടന്ന് മരണം തിരഞ്ഞെടുക്കുന്നു. ഈ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരു ദിവസം 3 മുതൽ 6 മണിക്കൂറിൽ അപ്പുറത്തേക്ക് പിള്ളേർക്ക് ട്രെയിനിങ് കൊടുക്കാൻ പാടില്ല. റെസിഡൻഷ്യൽ ട്രെയിനിങ്ങുകൾ അവസാനിപ്പിക്കേണ്ടി വരും. ഒരു ദിവസം 2 മുതൽ 3 മണിക്കൂർ മാത്രമേ പരമാവധി കുട്ടികൾക്ക് കോച്ചിങ് ട്രെയിനിങ് കൊടുക്കാവൂ എന്ന് നിബന്ധന കൊണ്ടുവരും. അതായത് ഫുൾ ടൈം ട്രെയിനിങ് ഇല്ല, ഫുൾ ടൈം കോച്ചിങ് ഇല്ല. കുട്ടികൾ പഠിക്കുന്നു, ആ പഠനത്തിനൊപ്പം അവർക്ക് കോച്ചിങ്ങിന് പോകാം. അത് 2 അല്ലെങ്കിൽ 3 മണിക്കൂറേ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് പാടില്ല. ഏതെങ്കിലും ഒരു സെൻറ്ററിൽ താമസിച്ച് ഈ പഠനത്തിന് മാത്രം സമയം ചെലവഴിക്കാൻ പാടില്ല. +2 പഠനത്തിന് മുൻപ് കുട്ടികളെ എൻട്രൻസ് ട്രെയിനിങ്ങിന് കൊണ്ടുപോകാൻ പാടില്ല. +2 കഴിഞ്ഞ് മാത്രമേ ഇതിന് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഡമ്മി സ്കൂൾ സമ്പ്രദായം, അതായത് സ്കൂളുകളിൽ വന്ന് എൻട്രൻസ് ട്രെയിനിങ് സെൻ്ററുകൾ തുടങ്ങി കുട്ടികളെ സ്കൂളിൽ പഠിക്കുന്നു എന്ന വ്യാജേനെ എൻട്രൻസ് ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടി നിർത്തലാക്കണം. അതുകൊണ്ട് ബയോമെട്രിക് ഹാജർ സംവിധാനം കൊണ്ടുവരികയാണ് സ്കൂളുകൾക്കെല്ലാം. ഈ പറയുന്ന ബയോമെട്രിക് ഹാജറിലൂടെ മാത്രമേ നടത്താൻ പാടുള്ളൂ. ഇടയ്ക്കിടെ പരിശോധന ഉണ്ടാവും. ഈ നിബന്ധന എന്തെങ്കിലും തെറ്റിച്ചാൽ ഈ സെൻറ്റർ അടച്ചുപൂട്ടാൻ ഉത്തരവിടും. അതുപോലെ ഒരു കോച്ചിങ് സെൻറ്ററിൻ്റെ നിലവാരം, ഒരു റേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവരും. ആ റേറ്റിംഗ് സിസ്റ്റം അവർ പ്രദർശിപ്പിക്കണം. അതുപോലെ അധ്യാപകരുടെ മുഴുവൻ വിശദാംശങ്ങളും കുട്ടികളുടെ യഥാർത്ഥ എണ്ണം ഒക്കെ പ്രദർശിപ്പിക്കണം. അത് അവരുടെ വെബ്സൈറ്റിൽ ഇടേണ്ടതുണ്ട്. ആളുകൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് നടക്കുന്നത് ഈ ടോപ്പ് സ്കോറേഴ്സിനെ വെച്ച് പരസ്യം ചെയ്യുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ ഈ +2 പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോഴാണ് ഈ പരസ്യം മുഴുവൻ വരുന്നത്. എല്ലാ പത്രങ്ങളിലെയും 1-ാം പേജിൽ ഇത്തരം കോച്ചിങ് സെൻ്ററുകളുടെ പരസ്യമാണ്. നമ്മളൊക്കെ ആദ്യമായിട്ടായിരിക്കും അവരുടെ പേര് കേൾക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ TV-യിലും പരസ്യമാണ്. ഇതിലൊക്കെ അവർ പറയുന്നത് അവിടെ പഠിച്ച കുട്ടികൾക്ക് IAS പരീക്ഷയിൽ 1ാമത് കിട്ടി, ഇവിടെ പഠിച്ച കുട്ടികൾക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ 1ാം റാങ്ക് എത്തി, 2ാം റാങ്ക് എത്തി, അല്ലെങ്കിൽ 13ാം റാങ്ക് എത്തി, അല്ലെങ്കിൽ മറ്റ് പരീക്ഷകൾക്ക് റാങ്ക് കിട്ടി. റാങ്ക് കിട്ടി അവിടെ ലിസ്റ്റ് സഹിതം ഇവർ പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരിക്കും. ആരും ഈ മുഴുവൻ കാണില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ കൊള്ളാമല്ലോ, ഇവിടെ പഠിച്ചവർ കാണല്ലോ, ഈ റാങ്കൊക്കെ കിട്ടുന്നത് നമുക്ക് തോന്നലുണ്ടാവും. എന്നാൽ സൂക്ഷ്മമായി നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു കുട്ടി തന്നെ 10 കമ്പനിയുടെ പരസ്യത്തിൽ കാണും. പരസ്പരം എതിരാളികളായിരിക്കും, പക്ഷെ ഒരു കുട്ടിയുടെ പണം തന്നെ ആയിരിക്കും വെച്ചിരിക്കുന്നത്. ഇതിന് കാരണം ഈ കുട്ടികൾ പലയിടങ്ങളിൽ പോയി എവിടെയെങ്കിലും ഒരിടത്തായിരിക്കും പരിശീലനം നടത്തുന്നത്. ഏതായാലും ഒരു ക്രാഷ് കോഴ്സിന് വേണ്ടി, അതായത് ഒരു ദിവസത്തെ കോഴ്സിനോ ഒരാഴ്ചത്തെ കോഴ്സിനോ പോകും, അല്ലെങ്കിൽ ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോകും. ഇവിടെ ഒരു ടെസ്റ്റ് നടക്കുമ്പോൾ കുട്ടികൾ പോകും. അങ്ങനെ ക്രാഷ് കോഴ്സിനോ ടെസ്റ്റിനോ ഒക്കെ വരുന്ന കുട്ടികളെ പോലും അവിടെ പഠിച്ചവർ എന്ന നിലയിൽ ഇവർ മാർക്കറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഒരു കുട്ടി പല കമ്പനികളിൽ പഠിച്ചവർ എന്ന നിലയിൽ വരുന്നത്. അതിന് നിയന്ത്രണം ഉണ്ടാവുകയാണ്. ഫുൾ ടൈം ഒരു കോഴ്സ് ഒരിടത്ത് പഠിച്ച് പൂർത്തിയാക്കിയാൽ മാത്രമേ അവരെ പരസ്യത്തിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചു എന്ന് പറയുന്ന തരത്തിൽ പ്രചരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഫുൾ ടൈം പഠിച്ചായിരിക്കണം. ഈ ക്രാഷ് കോഴ്സിന് വന്നവരോ അല്ലെങ്കിൽ ടെസ്റ്റ് നോക്കാൻ വന്നവരോ ഒന്നും ഒരിക്കലും ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പാടില്ല. അതുപോലെ ഏറ്റവും സുപ്രധാന മാറ്റം ഈ എൻട്രൻസ് പരീക്ഷകൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോൾ എൻട്രൻസ് പരീക്ഷകൾ പലപ്പോഴും ഇത്തരം കോച്ചിങ് സെൻ്ററുകളുമായി അഫിലിയേറ്റ് ചെയ്ത് അവർ പഠിപ്പിക്കുന്ന രീതിയും ആ രീതിയിൽ നിന്നൊക്കെ പൊതുവായ പല ചോദ്യങ്ങളും വരും. അതുകൊണ്ടാണ് പല ട്രിക്സുകളുമാണ് പരീക്ഷ എഴുതാൻ ഉപയോഗിക്കുന്നത്. അത് മാറ്റിയിട്ട് പാഠപുസ്തകങ്ങളെ അടിസ്ഥാനമാക്കിയായിരിക്കും പരീക്ഷ. ഈ ട്രിക്സ് കൊണ്ടൊന്നും നടക്കില്ല. മര്യാദയ്ക്ക് പാഠപുസ്തകം പഠിക്കുന്നവർക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതിന് വേറൊരു ഗുണമുള്ളത്, എൻട്രൻസ് കോച്ചിങ്ങിന് പോകേണ്ട കാര്യമില്ല. ഈ എൻട്രൻസ് കോച്ചിങ്ങിന് ഇത്രയധികം ആവശ്യക്കാരുണ്ടാവുന്നത് ഈ ട്രിക്സ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ പാഠപുസ്തകം പഠിച്ചെല്ലാം പഠിച്ചാലും നിങ്ങൾക്ക് പരീക്ഷയിൽ പാസ്സാകാൻ കഴിയില്ല. കാരണം ഡയറക്റ്റ് പാഠപുസ്തകത്തിൽ നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഈ വ്യത്യസ്തമായ രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അത് ഈ എൻട്രൻസ് കോച്ചിങ് സെൻ്ററുകാർക്ക് മാത്രം അറിയൂ. അത് മാറ്റി ഡയറക്റ്റ് പരീക്ഷയ്ക്ക് എഴുതുന്നത് പോലെ പാഠപുസ്തകങ്ങൾ ആശ്രയിച്ചായിരിക്കും എൻട്രൻസ് ടെസ്റ്റ് നടത്താൻ പോകുന്നത്. ഇതുവഴി എൻട്രൻസ് ട്രെയിനിങ്ങിനെ
ആശ്രയിക്കുന്ന രീതിക്ക് മാറ്റമുണ്ടാവും. മാത്രമല്ല സാധാരണ കുട്ടികൾക്കും പഠിക്കുന്നവർക്ക് പരീക്ഷ എഴുതാനും പാസ്സാകാനും കഴിയുന്ന തരത്തിൽ പരീക്ഷാ രീതിയിൽ മാറ്റം വരുത്തും. എന്തായാലും വലിയ പൊളിച്ചെഴുത്തിന് പദ്ധതിയിടുകയാണ്. നിയമമായിട്ടില്ല. ശുപാർശകളുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു. ഏറെ വൈകാതെ കേന്ദ്രം ഇത് നിയമമാക്കുകയും ഈ നിബന്ധനകൾക്കനുസരിച്ച് എല്ലാവരും ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നതോടെ എൻട്രൻസിൻ്റെ പേരിലുള്ള ഈ കച്ചവടവും ഈ ബഹളവും ഒക്കെ അവസാനിക്കുകയും ഈ അനാവശ്യമായ മത്സരത്തിൽ നിന്നും കുട്ടികൾ മോചിതരാവുകയും എൻട്രൻസ് പരിശീലനത്തിന് പോകാതെ തന്നെ കുട്ടികൾക്ക് എൻട്രൻസ് എഴുതി പാസ്സാകാൻ പറ്റുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്.